ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മതപരിവർത്തന കുറ്റവും മനുഷ്യക്കടത്ത് കുറ്റവും ആരോപിച്ച് അവർ ചില ദിവസങ്ങൾ ജയിലിൽ കിടന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഹിന്ദു തീവ്രവാദ സംഘടനകളും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നിരന്തരമായി ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ വലിയ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും ആഹാരവും ആതുര സേവനവും ഒക്കെ നൽകി ഇന്ത്യയിലെ സാധാരണക്കാരായ ആദിവാസികളായ ദളിതരായ ആളുകളെ മതം മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരവധി അക്രമ സംഭവങ്ങൾ ദിനംതോറും ഇന്ത്യയിലുടനീളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പിഴവെന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ നിരീക്ഷണങ്ങൾ പറയുന്നതിന് മുൻപ് 1 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചു തന്നതാണ്. ദയവായി കാണുക. The accusation is made that priests are converting the poor by offering them the benefits of education. I went to a elite Jesuit school in Mumbai. No priest ever even remotely suggested that we or any of my friends should convert to Christianity. I have since visited several Christian schools for poorer kids to speak to the young kids. In each of these schools, I have not found conversion to be the primary purpose of learning, but simply a desire to work amongst the poorest and give them an equal opportunity to get a fine education. Every year, I have many of my colleagues who come to me seeking admission in a local Jesuit-run school because I know the principal. Sir, the fees are much lower there and more affordable, they tell me. They are not alone. Truth is, some of India's finest in every field, from sports to cinema to politics to culture, have benefited from a fine education in a Christian missionary-run school. So for God's sake today I say, stop demonizing and arresting Christian missionaries and nuns without proof. Instead of hate campaigns, embrace and learn from them the human values of compassion and righteous behavior. രാജീവ് സർദേശായിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്ററാണ് രാജീവ് സർദേശായി എന്ന ഇന്ത്യയിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ. ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ പത്രപ്രവർത്തനം ആരംഭിച്ചത് 26ാമത്തെ വയസ്സിലാണ്. വ്യക്തമായ നിലപാടുകൾ കൃത്യമായി പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്ത്യ മുഴുവൻ കാതോർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹത്തിന് ധാരാളം സ്കൂളുകൾ അറിയാം, ക്രൈസ്തവർ നടത്തുന്നത്, കന്യാസ്ത്രീകൾ നടത്തുന്നത്. അവിടെയൊക്കെ ധാരാളം ആളുകൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പത്രപ്രവർത്തകൻ വ്യക്തമാക്കുന്നു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഈ പത്രപ്രവർത്തകൻ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ നിരവധി പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ കോളമിസ്റ്റ് കൂടിയാണ് എന്നതോർക്കുക. അദ്ദേഹമാണ് പറയുന്നത്, ഇന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാർ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ഏതായാലും എൻ്റെ നിരീക്ഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. മാത്രവുമല്ല, ഹല്ലേലൂയ ന്യൂസിന്റെ ഭാഗമായി ഇംഗ്ലീഷിലുള്ള ഒരു ചാനൽ കൂടെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പം നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഭാരതത്തിലെത്തിയ ക്രൈസ്തവ മിഷണറിമാർ ഭാരതത്തോട് ചെയ്തത്? അവരുടെ ഭാഗത്ത് പറ്റിയ തെറ്റെന്താണ്? വിശദമായി ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയിൽ 2 മിഷണറിമാരെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നു. ഒന്ന്, ആധുനിക മിഷന്റെ പിതാവ് എന്ന പേരിൽ പ്രസിദ്ധനായ
വില്യം കേറിയാണ്. 2, നമുക്കെല്ലാവർക്കും പരിചിതയായ ആദരണീയയായ മദർ തെരേസയും. ഈ രണ്ടുപേരുടെയും പ്രവർത്തന മേഖല വെസ്റ്റ് ബംഗാളായിരുന്നു, കൽക്കട്ടയായിരുന്നു. ഈ 2 മിഷണറിമാർ അവരുടെ ആയുസ് മുഴുവൻ പ്രവർത്തിച്ച വെസ്റ്റ് ബംഗാളിൽ ഇന്നത്തെ ക്രൈസ്തവ ജനസംഖ്യ ഔദ്യോഗികമായ 2011 കണക്ക് പ്രകാരം 0.72% മാത്രമാണ്. അതായത് കേവലം 1% താഴെ മാത്രം. എന്റെ പ്രധാന നിരീക്ഷണം ഇതാണ്: സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തോടെ ഭാരതത്തിൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വന്ന വില്യം കേറിയും മദർ തെരേസയും തങ്ങൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന മനോഭാവം അനുസരിച്ചും സമർപ്പണമനുസരിച്ചും ഇന്ത്യയിൽ സുവിശേഷീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആളുകളെ മതം മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ സിംഹഭാഗവും ഇന്ന് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായി മാറ്റപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെത്തിയ ക്രൈസ്തവ മിഷണറിമാരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും അവരുടെ ജീവിത സാഹചര്യങ്ങളും കണ്ട് മനസ്സലിഞ്ഞ് ക്രിസ്തുവിന്റെ മനോഭാവത്തോടുകൂടെ അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന് തങ്ങളുടെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. അങ്ങനെ അവരുടെ ഉന്നമനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതുരാലയങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിൽ മിഷണറിമാർ അവരുടെ പ്രഥമ ദൗത്യം മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവർക്കുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു മതസ്ഥാപനത്തിനും ഇല്ലാത്തത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്കുള്ളത്. വെറും 2% അല്പം മാത്രം കൂടുതലുള്ള ക്രൈസ്തവരുടേതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അഭിമാനകരമാണത്. അതെല്ലാം ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഏറ്റവും മികച്ച ആശുപത്രികൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആതുര ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യ ഉടനീളമുള്ള ആതുരാലയങ്ങൾ പരിശോധിച്ചാൽ ഇത്ര മികച്ച സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ ഇന്നും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിഷണറിമാരെ നമ്മൾ ആദരവോടെ നമിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ സാംസ്കാരിക വളർച്ചയിൽ, ഇന്ത്യയുടെ ഭാഷകളുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ ഒക്കെ മിഷണറിമാരുടെ സംഭാവനകളെ നമുക്ക് അവഗണിക്കുവാൻ സാധ്യമല്ല. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും തന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ കയ്യൊപ്പ് പതിഞ്ഞാണ് വളർച്ച പ്രാപിച്ചത്. ഹിന്ദി ഉൾപ്പെടെയുള്ള, മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളുടെയും വളർച്ചയ്ക്ക് മിഷണറിമാരുടെ കഠിനാധ്വാനമുണ്ട്. അവരുണ്ടാക്കിയ വ്യാകരണ പുസ്തകങ്ങളുണ്ട്, അവർ നൽകിയ ഭാഷാശാസ്ത്രമുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക ഉന്നമനത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ചില പുതിയ സംഘടനകൾ അവർ പറയുന്നു മിഷണറിമാർ ഈ രാജ്യം നശിപ്പിച്ചുവെന്ന്. എവിടെയാണ് മിഷണറിമാർ ഈ രാജ്യത്തെ നശിപ്പിച്ചത്? ഈ രാജ്യത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി, ഈ രാജ്യത്തെ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടിരുന്നതിനു വേണ്ടി മിഷണറിമാർ അവരുടെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുകയായിരുന്നു. ആ സമർപ്പണത്തിനിടയിൽ അവർ മറന്നുപോയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: സുവിശേഷം അറിയിക്കുവാൻ അവർ മറന്നുപോയി. ആളുകളെ മതം മാറ്റുവാൻ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ 2% അല്പം മാത്രം കൂടുതൽ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ക്രൈസ്തവരുടെ അംഗസംഖ്യ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഒന്നുകൂടെ ഈ 2 മിഷണറിമാരെ വിശദമായി ഒന്ന് പരിശോധിച്ചാൽ, ആധുനിക മിഷണറി പ്രസ്ഥാനങ്ങളുടെ പിതാവാണ് വില്യം കേറി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബംഗാളി, ഒറിയ, മറാത്തി, ഹിന്ദി, ആസാമി, സംസ്കൃതം എന്നിങ്ങനെ 40 ഇന്ത്യൻ ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ പൂർണ്ണമായോ ഭാഗികമായോ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രവർത്തനത്തിനിടയിൽ ഈ ഭാഷകൾക്ക് നിഘണ്ടുകളും വ്യാകരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഭാഷാ പഠനത്തിനു വേണ്ടി അദ്ദേഹം ഒരു അടിത്തറ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസ രംഗത്തിന് അടിത്തറ പാകിയ വ്യക്തി വില്യം കേറിയാണ്.
1818 കൽക്കട്ടയിൽ സെറാംപൂർ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ബിരുദം നൽകുന്ന ആദ്യത്തെ സർവകലാശാലയാണത്. മറ്റൊരു കാര്യം, സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരെ എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടുവാനും പഠിപ്പിക്കുവാൻ വേണ്ടി ഗ്രാമീണ സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ അത് വഹിച്ച പങ്ക് അതുല്യമാണ്. മാത്രവുമല്ല, സാമൂഹ്യ പരിഷ്കരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേവലം ഒരു മിഷണറി എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. സതി നിരോധിച്ചതിന്റെ അവകാശം മറ്റു പലരും അടിച്ചു കൊണ്ടുപോയെങ്കിലും അതിന്റെ പ്രധാന കാരണം ഈ മിഷണറി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രം അറിയാവുന്നവർക്ക് അതറിയാം. ശിശുഹത്യ, ബഹുഭാര്യത്വം, രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പ്രവണത, ഇതിനൊക്കെതിരെ അദ്ദേഹം അതിശക്തമായ പോരാട്ടമാണ് നടത്തിയത്. ഇനി ദരിദ്രരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുവാനായി 1819 സെറാംപൂരിൽ ഒരു സേവിംഗ് ബാങ്ക് എന്ന ആശയം മുന്നോട്ട് വെച്ച് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലിനെ കൊണ്ട് അത് സ്ഥാപിപ്പിച്ച മനുഷ്യനാണ് ഈ വില്യം കേറി എന്ന് പറയുന്ന മിഷണറി. മാത്രവുമല്ല, 1820 അഗ്രികൾച്ചറൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. അപ്പോൾ ഇന്ത്യയുടെ സമഗ്രമായ പുരോഗതിയിൽ വില്യം കേറിയെ പോലെ പങ്കാളിത്തം വഹിച്ച മറ്റൊരു മനുഷ്യനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തോടുള്ള സകല ആദരവോടും കൂടെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വില്യം കേറി ഒരു കാര്യം മറന്നുപോയി. എന്തിനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതെന്ന്. സുവിശേഷം അറിയിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത്. അന്നത്തെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റുവാൻ അദ്ദേഹം തയ്യാറായിരുന്നെങ്കിൽ സുവിശേഷത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും തന്നോടടുത്തു വരുന്ന, തന്റെ സഹായം തേടുന്ന, താനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളെ മുഴുവൻ ക്രൈസ്തവരാക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് കൽക്കട്ടയുടെ സ്ഥിതി മറ്റൊന്നായി മാറുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് 1950 കൽക്കട്ടയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ച മദർ തെരേസയുടെ ചരിത്രവും. ഏറ്റവും ദരിദ്രരായവരെ, കുഷ്ഠരോഗികളെ, തെരുവിൽ കിടക്കുന്നവരെ എടുത്ത് ആശ്വസിപ്പിച്ച് അവരെ കരുതി അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹതിയുടെ ജീവിതത്തിന്റെ മുൻപിൽ കൂപ്പുകൈകളോടെ ഞാൻ പറയട്ടെ, അവർ ഇന്ത്യയിലേക്ക് വന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുവാനാണ്. അവരുടെ പ്രവർത്തികളിലൂടെ അവരത് സാധിച്ചു എന്നുള്ളത് ഉറപ്പിച്ചു പറയുമ്പോൾ തന്നെ അവർ മതം മാറ്റുവാനോ അവർ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനോ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ദരിദ്രരായ, കഷ്ടത അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, വേദനപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുവാനാണ് തയ്യാറായത്. ഇവിടെ അവർ ഒരു വലിയ തെറ്റ് ചെയ്യുകയായിരുന്നു. ഈ ആളുകളെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കിയില്ല. ഇന്ന് കൽക്കട്ടയുടെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു. മദർ തെരേസ മറ്റൊരു മനസ്സോടുകൂടെ സാമൂഹ്യ സേവനവും ചാരിറ്റി പ്രവർത്തനവും നടത്തിയിരുന്നെങ്കിൽ. ഇങ്ങനെ കൽക്കട്ടയിലെ ചേരികളിൽ പ്രവർത്തിച്ചുകൊണ്ട് രോഗികൾക്കും മരണം കാത്തു കിടക്കുന്നവർക്കും അനാഥർക്കും വേണ്ടിയുള്ള ഭവനങ്ങൾ ഉണ്ടാക്കി അവരെ സംരക്ഷിച്ച ആ സ്ത്രീയെ പോലും, ശശികലയെ പോലുള്ളവർ മതപരിവർത്തനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അപഹസിക്കുമ്പോൾ ഓർക്കുക, അവർ ഇവിടെ വന്ന് ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച്, വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ച് കൽക്കട്ടയിൽ എത്തിയ 2 മിഷണറിമാരുടെ ചരിത്രമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുവാൻ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളുണ്ട്, ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, മിസോറാമും നാഗാലാൻഡും. നോർത്ത് ഈസ്റ്റിലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ. ഒരു കാലത്ത് മനുഷ്യനെ കൊന്നു തിന്നുന്ന ഗോത്രവർഗക്കാർ, ആദിവാസികൾ. ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ ആ സമൂഹത്തെ സമ്പൂർണമായി ക്രൈസ്തവവൽക്കരിച്ചപ്പോൾ ആ സംസ്ഥാനങ്ങൾക്കുണ്ടായ മാറ്റം, അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ മാറ്റം എത്ര അത്ഭുതാവഹമാണെന്ന് ചിന്തിക്കുക. ആ മിഷണറിമാരുടെ മനോഭാവം ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെത്തിയ മിഷണറിമാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ കഥ തന്നെ മറ്റൊന്നായി മാറ്റപ്പെടുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി കേരളത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ
ധാരാളം മിഷണറിമാർ വന്നു. ആ മിഷണറിമാർ ഈ കേരളത്തിന്റെ അന്നത്തെ അവസ്ഥയിൽ ഇവിടെ ജാതിയുടെ പേരിൽ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമായി മനുഷ്യനെ മൃഗത്തെക്കാൾ അധമനായി പരിഗണിച്ചിരുന്ന ഒരു സമൂഹത്തെ കണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി, അവരെ വസ്ത്രമുടിപ്പിക്കുന്നതിനു വേണ്ടി ഈ മിഷണറിമാർ അഹോരാത്രം അധ്വാനിച്ചു. മലയാള ഭാഷയ്ക്ക് വ്യാകരണമുണ്ടാക്കുവാൻ, അതിനെ വളർത്തിയെടുക്കുവാൻ അച്ചുകൂടം സ്ഥാപിച്ച് പത്രം തുടങ്ങി ഇങ്ങനെ എല്ലാ മേഖലകളിലും ക്രൈസ്തവ മിഷണറിമാരുടെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട്. ആ മിഷണറിമാർ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനവും ആതുര സേവനവും നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ ഈ ജനതയെ മുഴുവൻ ക്രൈസ്തവരാക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ മിഷണറിമാർക്കെതിരെ പറയുന്ന പലരും ഒന്നാം തരം ക്രിസ്ത്യാനികളായി മാറേണ്ടതായിരുന്നു. ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈന്ദവ സമൂഹമാണല്ലോ ഈഴവർ. വെള്ളാപ്പള്ളി ഇപ്പോൾ പാലായെയും കോട്ടയത്തെയും ഒക്കെ അപഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ വെള്ളാപ്പള്ളിയുടെ സമൂഹത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് ക്രൈസ്തവരായി മാറുവാനായിട്ട് ഒരു ശ്രമം ഈ കേരളത്തിൽ നടന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കേരള കൗമുദിയുടെ സ്ഥാപകനായിരുന്ന CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ ഈഴവ പ്രമുഖരെല്ലാം കൂടെ ക്രിസ്തുമതത്തിലേക്ക് ചേരുന്നതിനു വേണ്ടി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അന്നത്തെ ആംഗ്ലിക്കൻ സഭാ നേതാക്കളെ സമീപിച്ചു. റൈറ്റ് റവറൻഡ് എഡ്വേർഡ് ആൽഫ്രഡ് ലിവിങ്സ്റ്റൺ മൂർ എന്ന ബിഷപ്പിന്റെ അടുത്തേക്കാണ് അവർ ചെന്നത്. കേരളത്തിലെ ഹൈന്ദവ ശ്രേണിയിൽ ഉന്നത കുലജാതരായ ബ്രാഹ്മണരും നായന്മാരും ഒക്കെ ചേർന്ന് ഈഴവ സമൂഹത്തെ അടിച്ചൊതുക്കി ഭരിക്കുന്ന കാലഘട്ടം. ഈഴവൻ ഒരു അവകാശങ്ങളുമില്ല. അവൻ അമ്പലത്തിൽ കയറാൻ ഒക്കത്തില്ല, അവന് പ്രസാദം വാങ്ങാൻ ഒക്കത്തില്ല, അവന് വഴി നടക്കുവാൻ അവകാശമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കാലത്താണ് എല്ലാവരും ഒന്നിച്ച് ഒരു സമൂഹമായി തന്നെ ക്രൈസ്തവരാകുവാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതും. അങ്ങനെ അന്നത്തെ ഈഴവ നേതാക്കൾ ഒന്നിച്ച് ബിഷപ്പ് മൂറിന്റെ അടുത്ത് വന്ന് ഈ ചർച്ചകൾ നടത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് തങ്ങളെല്ലാം കൂടെ ക്രിസ്ത്യാനികളാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഈഴവരോട്, ഈഴവ നേതാക്കളോട് ആ ബിഷപ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നതിന്റെ ദൈവശാസ്ത്രമാണ് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തത്. ക്രിസ്തു മതത്തിലേക്ക് ഒരു സമൂഹത്തിന് ഒന്നിച്ചു വരുവാൻ സാധിക്കത്തില്ല. വ്യക്തിപരമായ മനപരിവർത്തനത്തിലൂടെ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് വരാം. പക്ഷെ ഒരു കൂട്ടമായി വന്നാൽ ചേർക്കുവാൻ ഞങ്ങൾക്ക് വകുപ്പില്ല എന്നാണ്. ഓർക്കുക, കേരളത്തിൽ ഒരിടത്തും കൂട്ട മതപരിവർത്തനങ്ങൾ നടക്കാതെ പോയത് ക്രൈസ്തവ മിഷണറിമാരുടെ വേദപുസ്തകാധിഷ്ഠിതമായ ഈ മനോഭാവം കൊണ്ടായിരുന്നു. അങ്ങനെ ബിഷപ്പിന്റെ വാക്ക് കേട്ട് നിരാശരായി മടങ്ങിയ ഈഴവരുടെ മുൻപിലേക്കാണ് ദിവാൻ CP രാമസ്വാമി അയ്യർ നല്ലൊരു തൂശനിലയിൽ ക്ഷേത്രപ്രവേശന വിളംബരമെന്ന സദ്യ വിളമ്പിയത്. ആ സദ്യ കഴിച്ച് ഏമ്പക്കവും വിട്ട് ഈഴവൻ ഹിന്ദുമതത്തിൽ ബ്രാഹ്മണന്റെ മേധാവിത്വത്തിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോയത് പിൽക്കാല ചരിത്രമാണ്. അങ്ങനെ ഈഴവന്റെ ക്രിസ്തുമത പ്രവേശനത്തിന് ദിവാൻ എടുത്തു പ്രയോഗിച്ച പൂഴിക്കടകനായിരുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിത് കേരള നവോത്ഥാനത്തിന്റെ മാതൃകയായൊക്കെ വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിലും അത് ഈഴവരെ ഹിന്ദുമതത്തിന്റെ ഭാഗമായി പിടിച്ചു നിർത്തുവാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് ബിഷപ്പ് മൂറിന് പറ്റിയ വലിയ തെറ്റാണ് ഇന്ന് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ കോട്ടയം മുഴുവൻ ക്രിസ്ത്യാനി കോട്ടയാണെന്ന് വിലപിക്കുവാനുള്ള അവസരമൊരുക്കിയത്. അല്ലെങ്കിൽ കാണിച്ചിക്കുളങ്ങരയിൽ ഒരു CSI-കാരനായി വല്ലപ്പോഴും പള്ളി പോയി കുരിശു വരച്ച് നാടിനും നാട്ടാർക്കും നന്മ ചെയ്ത് ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി എന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെത്തിയ ക്രൈസ്തവ മിഷണറിമാർ അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇന്ത്യ ഇന്നും വളരെ ചുരുക്കം ക്രൈസ്തവർ മാത്രമുള്ള ഒരു രാജ്യമായി അവശേഷിക്കുന്നതെന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമുക്കറിയാം ചൈനയെ കുറിച്ച്. കമ്മ്യൂണിസത്തിന്റെ ഇരുമ്പുമറയ്ക്കകത്ത് കഴിയുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് സുവിശേഷം പ്രസംഗിച്ചാൽ ജയിലിൽ അടയ്ക്കപ്പെടും. ആ രാജ്യത്ത് പരസ്യമായി ആരാധനയ്ക്ക് പോകുവാൻ സാധ്യമല്ല. ആ രാജ്യത്ത് ബൈബിൾ കൊണ്ടു നടക്കുന്നത് പോലും വലിയ കുറ്റമാണ്. എന്നാൽ അവിടെ 4.4 കോടി ക്രൈസ്തവർ ഉണ്ടെന്ന്
ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെളിപ്പെടുത്തലുണ്ട്. അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ത്യയിലുള്ളതിനേക്കാൾ ക്രൈസ്തവർ വലിയ എതിർപ്പുകൾ നേരിടുന്ന ചൈനയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഒരു കാര്യം മനസ്സിലാക്കുക, അടച്ചു വെച്ചാൽ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതല്ല സുവിശേഷം. എതിർപ്പുകൾ കൊണ്ട് ഒതുക്കുവാൻ സാധിക്കുന്നതല്ല സുവിശേഷം. എവിടെയൊക്കെ സുവിശേഷത്തിനെതിരായി പടയോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ക്രൈസ്തവ സഭ അതിശക്തമായി വളർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം ഇപ്പോൾ ക്രിസ്ത്യാനികളെയും മിഷണറിമാരെയും എതിർക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.